CPO ഉദ്യോഗാർത്ഥികൾ അവിടെ നേരത്തെ റോഡിന് നടുക്ക് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. ദിവസങ്ങളായി നീളുന്ന പ്രതിഷേധമാണ്. എന്നാൽ ഇതുവരെയും അധികൃതർ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. കഴിഞ്ഞ ദിവസം DGP ഈ വിഷയത്തിൽ ഇടപെട്ടുവെങ്കിലും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. ഇന്ന് മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നു. അപ്പോഴും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല. അതാകാം CPO ഉദ്യോഗാർത്ഥികളെ ഇന്ന് വീണ്ടും പ്രകോപിപ്പിച്ചത്. അഖിൽ ഷാ അൻസാർ ചേരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. അഖിൽ ഷാ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വേണു, പോലീസ് പലവിധത്തിലുള്ള പരമായ ഇടപെടലൊക്കെ നടത്തി. പക്ഷേ ഇത്തരത്തിൽ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ഇവരെ ഇവിടെ നിന്ന് നീക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് പോലീസ് കടന്നത്. ഇവരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ഇതിൽ വലിയ പ്രതിഷേധം കാണിക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ, അതായത് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തവരെ പിടികൂടുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു വിഷയമാണ്. അതായത് വണ്ടി തടയുന്ന, അതായത് ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ വണ്ടി തടയുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് ഒരു സംഘർഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും അക്കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയവരുമായി വലിയ വാക്കേറ്റത്തിലേക്ക്, അതിന് പിന്നാലെ അതൊരു തർക്കത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. പോലീസ് കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് ഈ CPO ഉദ്യോഗാർത്ഥികൾ കടന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തലസ്ഥാന നഗരിയിൽ നടന്നിരുന്നു. അതായത് MG റോഡ് ഉപരോധിക്കുന്നൊരവസ്ഥ, സെക്രട്ടേറിയറ്റ് മുന്നിലെ റോഡ് മുഴുവൻ ഉപരോധിക്കുന്ന ഒരു സ്ഥലത്ത് KSU നേതാക്കൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായുണ്ട്. ഇത്തരത്തിൽ അവരുടെ അറസ്റ്റിൽ, അതായത് ഉദ്യോഗാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിൽ പ്രതിഷേധിച്ച് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെ ഇത്തരത്തിലുള്ള നേതാക്കളും പ്രകടിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതായത് ഉച്ചയ്ക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് 12 മണി എന്താണ് ആ മേത്ത് താങ്കൾ വീണ്ടും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുന്നൊരു നിലയിലേക്കും കൂടി പോലീസ് കടന്നിട്ടുണ്ട്. അവരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ പോലീസ് കാര്യമായി ഇടപെടുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്ക് കാണുന്നത്. പോലീസിന്റെ ഇടപെടൽ, അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടപെടലിലേക്ക് കടന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ പോലീസിന് നേരെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തുന്നു. അവരെയൊക്കെ ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും ഈ ഘട്ടത്തിൽ പോകുന്നത്. എന്തായാലും ഈ പോലീസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായ സമരത്തിലായിരുന്ന CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർ ഇടപെട്ടത്. അത് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. പോലീസുമായി വലിയ വാക്കുതർക്കമുണ്ടാകുന്നു. ഇടയ്ക്ക് ആ പ്രകോപനത്തിൽ ഉന്തുന്തലിനിടയിൽ പോലീസ് ലാത്തി വീശുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നേതാക്കൾ പോലീസുമായി കയർക്കുന്നത് കാണാം. CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ, നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അവരുടെ നിയമനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരം കഴിഞ്ഞ കുറേ നാളുകളായി അവരുടെ അംഗങ്ങൾ ഉൾപ്പെടെ ആറ്റിയാൽ പൊങ്കാല ദിവസം പൊങ്കാലയിട്ടും ശയനപ്രദക്ഷിണം നടത്തിയും മുട്ടിലിഴിഞ്ഞുമൊക്കെ
പല വിധത്തിൽ അവർ ദിവസങ്ങളായി മാസങ്ങളായി തുടരുന്ന സമരമാണ്. ആ സമരത്തിൻ്റെ ഭാഗമായിരുന്നു ഉദ്യോഗാർത്ഥികളെ റോഡ് ഉപരോധിക്കുകയും അവരെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവരുമായി പോലീസ് വാഹനം പോകാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന നിരാഹാര സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായിരുന്ന KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഈ ബസ് തടയുന്നത്, പോലീസ് ബസ് തടയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് സാഹചര്യം. അഖിൽ ചാൻസർ തുടരുന്നുണ്ട്. അഖിൽ, സംഘർഷം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ അലോഷ്യസ് സേവ്യറിനെയും ഉൾപ്പെടെ പോലീസ് പിടിച്ചു തള്ളുന്ന വലിയ ഉന്തും തള്ളലിലേക്ക് പോകുന്ന കാഴ്ച. പോലീസ് വീണ്ടും ലാത്തി വീശിയിരിക്കുകയാണ്. പോലീസ് വീണ്ടും ഇത്തരത്തിൽ പ്രകോപനമുണ്ടായതിനെ തുടർന്ന് വീണ്ടും പോലീസ് ലാത്തി വീശിയിട്ടുണ്ട്. എന്നാലും നേതാക്കൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഇത്രയധികം ദിവസം 10-24 ദിവസമായി പ്രതിഷേധം, അതായത് ഇവരുടെ പ്രതിഷേധം തലസ്ഥാന നഗരിയിൽ നടക്കുന്നു. ഇതുവരെ സർക്കാർ അക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി CPO ഉദ്യോഗാർത്ഥികൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. എന്നാൽ ആ പ്രതിഷേധത്തിന് സർക്കാർ ഒരു വിലയും നൽകിയില്ല എന്നുള്ളൊരു ആരോപണമാണ് ഈ CPO ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വിവിധ രാഷ്ട്രീയ മേഖലയിലെ വിവിധ മേഖലയിലുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തുകയും അവർക്കുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇന്നിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ KSUവിൻ്റെ നേതാക്കളും ഉൾപ്പെടെ ഈ സെക്രട്ടേറിയറ്റിന് സമീപം നടക്കുന്ന ഇവരുടെ പ്രതിഷേധത്തിലെത്തുകയും അവർക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചിരുന്നു. നമ്മളോട് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇവരെ മാറ്റാനുള്ള ഒരു ശ്രമം. അതായത് ഈ ഉദ്യോഗാർത്ഥികളെ മാറ്റുവാണ്. എന്നെ എടുക്കാൻ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടിച്ചാൽ പറയാൻ ഞങ്ങൾക്കറിയാം. എന്നെ എടുക്കാൻ പിടിച്ചിട്ടുണ്ട്. എന്നെ എടുക്കാൻ പിടിച്ചു. എന്നെ എടുക്കാൻ പിടിച്ചു. ഞാൻ പിടിച്ചു പറഞ്ഞില്ല സാറ്. നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ മാറിയേക്കും. നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളെ ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മാറിയേക്കും. ആരും ഞങ്ങൾക്കറിയാം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം ദിവസങ്ങളായി നടക്കുന്നതാണ്. ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ലിസ്റ്റിലുള്ളവർ റോഡ് ഉപരോധിച്ച് സമരത്തിലേക്ക് കടന്നു. അവിടെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു. തുടർന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ പോലീസ് ബസ് തടയുകയായിരുന്നു. തടഞ്ഞതിനെ തുടർന്നാണ് ഈ സംഘർഷത്തിലേക്ക് പോകുന്നത്. ഇടയ്ക്ക് പോലീസ് ലാത്തി വീശി അതിൽ പ്രവർത്തകരുടെ തലയ്ക്കുൾപ്പെടെ അടിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ആക്ഷേപം. അഖിൽ ചാൻസാർ തുടരുന്നുണ്ട്. അഖിൽ, ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് നീക്കാനോ കഴിയുന്ന തരത്തിലൊരു പോലീസ് ഫോഴ്സ് അവിടെ ഇല്ലേ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. CPO ഉദ്യോഗാർത്ഥി സമരത്തിലായിരുന്നു അവിടെ ദിവസങ്ങളായി. ആ സമരത്തിന്റെ ഭാഗമായി അവർ റോഡ് ഉപരോധിച്ച് ഉദ്യോഗാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ തടസ്സമുന്നയിച്ചത്. അവർ പോലീസ് വാഹനം തടഞ്ഞു. അഖിൽ ചാൻസാറുണ്ട്. അഖിൽ, കൂടുതൽ പോലീസ് ഫോഴ്സ് എത്തുന്നുണ്ടോ? എണ്ണത്തിൽ താരതമ്യേന അവരെ അവിടെ നിന്ന് നീക്കാൻ കഴിയുന്ന തരത്തിലുള്ള പോലീസ് സംഘം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു.
സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ അവരുടെ ഉപരോധ സമരം, റോഡ് ഉപരോധത്തിനെ തുടർന്നാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമിച്ചത്. തുടർന്നാണ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കം തടഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ അവിടേക്ക് എത്തുന്നത്. പോലീസ് വാഹനം തടഞ്ഞു. തുടർന്ന് ഉന്തും തള്ളുമുണ്ടാകുന്നു. പോലീസുമായി വാക്കുതർക്കം. അതിനിടയിൽ പോലീസ് ലാത്തി വീശി പ്രവർത്തകരുടെയും നേതാക്കളുടെയും തലക്കുൾപ്പെടെ അടിയേറ്റുന്നതാണ് ആക്ഷേപം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ നിരാഹാര സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായിരുന്നു. അവരാണ് ഈ CPO സമരത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത്. നിലവിൽ അല്പസമയമായി പോലീസുമായി അവിടെ വാക്കുതർക്കം തുടരുകയാണ്. അഖിൽ ചാൻസാറുണ്ട്. അഖിൽ, ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനോ അവിടെ നിന്ന് നീക്കുവാനോ സാധിക്കുന്ന ഒരു നിലയില്ലേ? ഗോകുൽ, അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് കഴിഞ്ഞ കുറച്ചു നേരമായി. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പോലീസിന്റെ ഒരു വലിയൊരു ഇടപെടൽ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അതായത് CPO ഉദ്യോഗാർത്ഥികൾ വൈകിട്ട് മുതലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ അത്തരത്തിൽ തന്നെയാണ്. അതായത് പോലീസ് അതിലൊരു തീരുമാനമുണ്ടാക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ KSUവിന്റെ നേതാക്കളും ഉൾപ്പെടെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ളൊരു തയ്യാറാകുന്നില്ല. അത് അവരുടെ പ്രതിഷേധമാണ്. അതായത് അത് ഈ CPO ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള അവരുടെ ഐക്യദാർഢ്യമാണ്. ഇത്തരത്തിൽ അവർ ഈ തുടരുന്നൊരു പ്രതിഷേധം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. അതായത് ഈ CPO ഉദ്യോഗാർത്ഥികൾ ഈ റോഡ് വളഞ്ഞ് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അത് വലിയ ഗതാഗത തടസ്സത്തിനൊക്കെ കാരണമായിരുന്നു. അതായത് MG റോഡാണ്, അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡാണ്. അത് മുഴുവൻ തടഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്നാൽ ആ ശ്രമം അത് ആദ്യഘട്ടത്തിൽ ഇവർ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു വണ്ടിയിൽ കുറച്ച് ഉദ്യോഗാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളും അതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് KSU ബസ്സിനെ അടിച്ചു, എന്നെ ഒരുത്തിന് അടിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഹെൽമെറ്റ് വെച്ചിട്ട്, മോട്ടോർ ഹെൽമെറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പോലീസ് ജോലി ചെയ്യുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? ഏത് ലോയുടെ അടിസ്ഥാനത്തിലാണ് അത് ആക്ഷൻ എടുക്കുമോ? അതായത് നെയിം ബോർഡില്ല, മോട്ടോർ ഹെൽമെറ്റ് വെക്കാനോ? മോട്ടോർ ഹെൽമെറ്റ് ആകാശത്തുനിന്ന് വരുന്നല്ലോ. അതിനുശേഷം എവിടെ മുഖത്തടിച്ചു. KSU ബസിന്റെ തലക്കടിച്ചു. ഞങ്ങൾ മാറ്റം വന്നതല്ലേ? നോക്ക്, ഇപ്പോഴും ഉണ്ടല്ലോ. എവിടെയാ മോട്ടോർ വാഹനത്തിന് കൊണ്ട് ആ ഹെൽമെറ്റ് വെച്ചോ? നിങ്ങൾ ആ ക്യാമറ ഒന്ന് വർത്തിയേ. ആ ഹെൽമെറ്റ് വെച്ചിട്ട് എങ്ങനെയാ വർത്തുന്നത്? ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ പേര് കേസ് ഉണ്ടാകാൻ പാടില്ല. അതില്ലല്ലോ, അത് ഉറപ്പാണല്ലോ. റാങ്ക് ഹോൾഡേഴ്സിന്റെ പിന്നെ ആ മോട്ടോർ വാഹനത്തിന് ബൈക്ക് ഓടിക്കാനല്ല അവൻ ഇറങ്ങിയത്. ബൈക്ക് ഓടിക്കുന്ന ഹെൽമെറ്റ് വെച്ച് വെക്കണം. അവരെ നോക്കണം. രണ്ടുപേര് AC പറഞ്ഞത് ഞങ്ങളുടെ സൗകര്യം അത് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇനിയും തല്ലുള്ള ഒരു പടിയില്ല. AC ഇപ്പോൾ പറയുന്നത് അവരുടെ പേരിൽ കേസില്ല, നിങ്ങളുടെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു കേസുമില്ല എന്ന് AC പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറഞ്ഞാൽ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കും. അതല്ലെങ്കിൽ നമ്മളിത് കണ്ടില്ല. നിങ്ങൾക്ക് അത്രേ ഉള്ളല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ AC ഇതിൽ ഒരാളുടെ പേര് കേസ് ഉണ്ടാകാൻ പാടില്ല. അവർ സമരം തുടരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ബൈക്ക് ഹെൽമെറ്റ് വെച്ചോണ്ട് വന്നവരെ ഞങ്ങൾ അവന്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം. അവന്റെ ഫോട്ടോ ഉണ്ടല്ലോ,
ഇത് പിടിച്ചു മാറ്റാൻ വന്നവരാ. ഞങ്ങൾ ഈ സമരത്തിൽ പ്രത്യക്ഷത്തില്ല. KSU പ്രസിഡന്റ് ഞാൻ പറയാം 3 ദിവസം എന്നെ ഒരാൾ അടിക്കാൻ പിടിച്ചു. AC പറഞ്ഞിട്ട് ഇടപെട്ടെ. എന്നെ ഒരുത്തൻ അടിച്ചു. ഞാൻ 3 ദിവസമായിട്ട് നിരാഹാര. ഒരുത്തൻ എന്നെ അടിച്ചു. KSU പ്രസിഡന്റിനെ 3 ദിവസമായിട്ട് നിരാഹാര. അവന്റെ തലക്കടിച്ചു. AC വിളിച്ചിട്ട് ഞങ്ങൾ വന്നേ പ്രശ്നം പറഞ്ഞു തീർക്കാൻ. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളുടെ പേര് കേസുണ്ടാകാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞ പരാതിയിൽ നടപടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിർവഹിച്ചോടെ സാധിക്കും. നമ്മുടെ ആളുകൾ CPO ഉദ്യോഗാർത്ഥികൾ റോഡ് ഉപരോധിക്കുകയായിരുന്നു. അവർക്കെതിരെ കേസെടുക്കില്ല എന്ന ഉറപ്പിൻ പുറത്താണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പിൻവാങ്ങുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനെ തടഞ്ഞുകൊണ്ടാണ് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടത്. അത് പിന്നീട് സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. അതിനിടെ പോലീസുകാരിൽ ചിലർ ഞങ്ങളൊരു വലിയ വിഷയത്തിൽ സിദ്ധാർത്ഥന് നീതി വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നിരാഹാരം, അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ച ആളുകളാണ്. ഞങ്ങൾ സമരപന്തലിരിക്കുമ്പോൾ ഈ കുട്ടികൾ റോഡിലിറങ്ങി സമരം ചെയ്തു. ഞങ്ങളുടെ ആഹ്വാനപ്രകാരമല്ല. അവർക്ക് കഴിഞ്ഞ 24 ദിവസമായി അവർ ന്യായമായി അവരുടെ സമരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരളം പോലെ വേറെ ഏതെങ്കിലും ഈ ലോകത്തിലൊരു സംസ്ഥാനമുണ്ടോ? എഴുത്തു പരീക്ഷ 2 പാസ്സായി, പ്രിലിംസും മെയിൻസും. കായികക്ഷമത പരീക്ഷ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ മുന്നിൽ തൊഴിലിന് വേണ്ടി യാചിക്കുക. അവർ ഭിക്ഷ എടുത്തില്ലേ? നിങ്ങളുടെ മുന്നിലല്ലേ? റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ സമരം കഴിഞ്ഞ കുറേ ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ പുരോഗമിക്കുകയായിരുന്നു. അവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ റോഡ് ഉപരോധിച്ച ഘട്ടത്തിലാണ് പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത്. തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് തടസ്സപ്പെടുത്തുകയും അതിനിടയിൽ തടസ്സം നിൽക്കുകയും ചെയ്തു. തുടർന്നാണ് സംഘർഷത്തിലേക്ക് പോയത്. ഇപ്പോൾ ഏതായാലും CPO ഉദ്യോഗാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്ന പോലീസിന്റെ ഉറപ്പിന്മേൽ അവർ പിൻവാങ്ങുകയാണ്.